ദൈവത്തിനു മഹത്വം. യേശുക്രിസ്തുവിന്റെ വീണ്ടും വരവും പ്രവചന പഠനമെന്ന വിഷയത്തിലേക്ക് ഏവരെയും കർത്താവിന്റെ നാമത്തിലെ സാദരം ക്ഷണിച്ചുകൊള്ളുന്നു. കൂട്ടിനവൻ എന്നും കൂടെയുണ്ട്. യേശുവൻ കൂടെയുണ്ട്. കൂട്ടിനവൻ എന്നും കൂടെയുണ്ട്. കൂടെയുണ്ട്, യേശുവൻ കൂടെയുണ്ട്. കൃപാവരത്തിൽപ്പെട്ടതാണ് പ്രവചന വരം. 6ാമത്തെ വരമാണ് നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്നു. അതിൻ്റെ തുടർച്ചയായി ഇന്ന് ക്ലാസ് എടുക്കുവാനായിട്ട് താല്പര്യപ്പെടുന്നു. 1-ാം നൂറ്റാണ്ടിൽ പ്രവാചകന്മാരുണ്ടായിരുന്നു. അവരുടെ ശുശ്രൂഷ പ്രവചനമായിരുന്നു എന്ന് ബൈബിൾ പറയുന്നു. യെരുശലേമിൽ നിന്നും പ്രവാചകന്മാർ അന്ത്യോക്യയിൽ വന്നു. അന്ന് സഭയാണ് പ്രവാചകന്മാരെ അയക്കുന്നത്. ഓരോ ഇടങ്ങളിൽ ദൈവത്തിൽ നിന്നും പ്രാപിച്ചത് ജനത്തിനു കൊടുക്കത്തക്കവണ്ണം അങ്ങനെ ഉള്ള പ്രവാചകന്മാരെ സഭ ഓരോ സ്ഥലത്തേക്കും അയക്കുന്നത് ദൈവത്തിന്റെ വചനത്തിൽ കാണാൻ സാധിക്കുന്നു. പ്രവാചകന്മാർ അന്ത്യോക്യയിലേക്ക് വന്നു യെരുശലേമിൽ നിന്നും. അപ്പോസ്തലപ്രവൃത്തി 11-ാം അധ്യായം 27-ാമത്തെ വാക്യം. ഇനി അവിടെ വായിക്കുമ്പോൾ അപ്പോസ്തലപ്രവൃത്തി 13:1 അന്ത്യോക്യയിലും പ്രവാചകന്മാരുണ്ടായിരുന്നു, ഉപദേഷ്ടാക്കന്മാരുണ്ടായിരുന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അന്ത്യോക്യയിലേക്ക് യെരുശലേം സഭ പ്രവാചകന്മാർ അയക്കുമ്പോൾ തന്നെ അവിടെയും ഇതാ പ്രവാചകന്മാരുണ്ടായിരുന്നു. ആ പ്രവാചകന്മാരുടെ ശുശ്രൂഷ നമുക്ക് നോക്കണം. പരിശുദ്ധാത്മാവെ എന്തിനു വേണ്ടി വിളിച്ചിരിക്കുന്നുവോ അവരെ വേലയ്ക്കായി ഇനി വേർതിരിപ്പീൻ എന്ന് പറഞ്ഞാൽ പ്രവാചകന്മാരായിരിക്കുന്നവർ അന്ത്യോക്യ സഭയിൽ മാത്രം ഒതുങ്ങിയിരിക്കേണ്ടവരല്ല. അവരെ എന്തിനു വേണ്ടി വിളിച്ചിരിക്കുന്നു, ഏത് വേലയ്ക്ക് വേണ്ടി വിളിച്ചിരിക്കുന്നു എന്ന് ആ വിളി അവരെ പരിശുദ്ധാത്മാവരെ പറഞ്ഞയക്കത്തക്കവണ്ണം അവരെ മേൽ കൈവച്ചു. അവരെ പരിശുദ്ധാത്മാവെ പറഞ്ഞയച്ചു. പ്രവാചകന്മാർക്ക് വലിയൊരു ദൗത്യമാണെന്ന് കാണാൻ സാധിക്കുന്നുണ്ട്. അവിടെ പ്രത്യേകം പറഞ്ഞിരിക്കുന്നത് വിളിച്ചിരിക്കുന്ന വേലയ്ക്കായി വേർതിരിപ്പീൻ എന്ന് പ്രവാചകന്മാർ പ്രവചിച്ചപ്പോൾ അവർ പോകാൻ തയ്യാറായി കഴിഞ്ഞു. ഇതാണ് ദൈവനിയോഗവും പ്രവചനമെന്ന് പറയുന്നത്. എന്താണ് പ്രവചന ശുശ്രൂഷ, എന്തല്ല പ്രവചന ശുശ്രൂഷ എന്ന് നാം അല്പസമയം ചിന്തിക്കാം. എന്താണ് പ്രവചനം? ദൈവത്തിൽ നിന്നും പ്രാപിച്ച് ദൈവസന്നിധാനത്തിൽ ഇരുന്ന് എന്താണ് സംസാരിക്കണമെന്ന് ഇരിക്കുമ്പോൾ ദൈവത്തിൽ നിന്ന് സന്ദേശം ലഭിച്ച് അവർ പുറപ്പെടുകയാണ്. ഇതാണ് ദൈവവചനത്തിലെ പ്രവചനം. ദൈവസന്നിധാനത്തിൽ ഇരിക്കുമ്പോൾ ദൈവം സംസാരിക്കുന്നത് പറയാൻ വേണ്ടി അവരെ ദൈവം അപ്പോസ്തലപ്രവൃത്തി 9-ാം അധ്യായം 10-ാമത്തെ വാക്യം വായിക്കുമ്പോൾ അനന്യാസ് എന്നൊരു ശിഷ്യൻ ദമസ്കോസിലുണ്ടായിരുന്നു. അവന് കർത്താവ് ഒരു ദർശനത്തിൽ അനന്യാസെ എന്ന് വിളിച്ചു. കർത്താവെ, അടിയൻ ഇതാ എന്ന് പറഞ്ഞു. കർത്താവിനോട് നീ എഴുന്നേൽക്കുക, നീ നേർവീതിയിലേക്ക് ചെല്ലുക. അടുത്ത ആലോചന ആരോടാണ്, എന്താണ് പറയേണ്ടെന്ന് പറഞ്ഞ് നമ്മുടെ അനന്യാസ് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോൾ അവനൊരു ദർശനം കൊടുക്കുകയാണ്. ആരെ പറ്റി? സഭയെ ഉപദ്രവിക്കാൻ വരുന്നായ ശൗലെന്ന് പേരുള്ളതായ ശക്തനായ മനുഷ്യന്റെ മേൽ ഒരു ദൈവ ശുശ്രൂഷ നൽകാൻ പോകുന്നു എന്ന് ദർശനം കൊടുത്തു.
ഇതാ ഈ അനന്യാസിനെ പറ്റി വേറെങ്ങും കാണുന്നില്ല. അവിടെ അനന്യാസിന്റെ വാക്കിന്റെ മുമ്പിൽ പൗലോസ് തകർന്നു, താൻ സ്നാനപ്പെട്ടു. ഇതാണ് പ്രവചനമെന്ന് പറയുന്നത്. നമ്മളോട് ഓർപ്പിക്കട്ടെ, ദൈവത്തിൽ നിന്നും പ്രാപിച്ച് ജനങ്ങൾക്ക് കൊടുക്കുന്നതാണ് പ്രവചനം. അല്ലാത്തത് അല്ല എന്നുള്ള കാര്യം ഞാനിപ്പോൾ ഓർപ്പിച്ചു കൊള്ളുന്നു. അഗബോസ് എന്ന പ്രവാചകൻ എഴുന്നേറ്റു. അദ്ദേഹം ഒരു നല്ലൊരു പ്രവാചകൻ. അദ്ദേഹം പറഞ്ഞു, ലോകത്തിലൊക്കെ മഹാക്ഷാമം ഉണ്ടാകുമെന്ന് അദ്ദേഹം പ്രവചിച്ചു. അത് പ്രവചിച്ചത് അന്ത്യോക്യയിൽ വെച്ചാണ്. അപ്പോസ്തലർ 11:28 ക്ലൗദിയോസിന്റെ കാലത്ത് സംഭവിച്ചു. പ്രവചനം എന്ന് പറഞ്ഞാൽ അത് സംഭവിക്കും, അല്ലാതെ ഇതാണ് പ്രവചനം. ഒരു പ്രവചനം പറഞ്ഞിട്ട് സംഭവിക്കാതിരിക്കാൻ വേണ്ടി പ്രാർത്ഥിക്കുക, ഉപവസിക്കുക എന്നൊന്നും ബൈബിൾ പറയുന്നില്ല. പ്രവചനം എന്തു പറഞ്ഞുവോ അത് നടക്കാനുള്ളതാണ്, അല്ലാതെ മാറ്റാനുള്ളതല്ല. ഒരു പ്രവചനം പറഞ്ഞു കഴിഞ്ഞാൽ അത് നടന്നിരിക്കും. അതിനുവേണ്ടി പ്രാർത്ഥനയോ ഉപവാസം കൊണ്ട് മാറുന്നതല്ല, സംഭവിക്കുന്ന കാര്യമാണ്. മഹാനായിരിക്കുന്ന പൗലോസിന് വരുവാൻ പോകുന്ന കാര്യത്തെ പറ്റി അഗബോസ് പ്രവചിച്ചു. നാളെ നിനക്ക് സംഭവിപ്പാൻ പോകുന്ന കാര്യത്തെ പറ്റി പ്രവചിച്ചപ്പോൾ സന്തോഷത്തോടെ അത് സ്വീകരിച്ചു. അദ്ദേഹം പറഞ്ഞ മരിക്കാൻ തയ്യാറാണ്. ആ നിലയിൽ പ്രവചനം പറഞ്ഞു, അത് സംഭവിച്ചു. എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവര്, നാം വചനത്തിനകത്തായിരിക്കണം. വചനം വിട്ടുള്ളതായ ഒരു പ്രവചനവും നമ്മൾ അംഗീകരിക്കാൻ പാടില്ല. നമ്മുടെ മേൽ വരുന്നായ സംഭവിക്കുന്ന പ്രവചനങ്ങൾ അത് നടക്കും. നല്ലതാണെങ്കിലും തീയതാണെങ്കിലും നടക്കും. അത് നല്ലതിന് വേണ്ടി ആഗ്രഹിക്കലിന് വേണ്ടിയുള്ള പ്രാർത്ഥന വേണ്ട, മോശമായത് മാറാനുള്ള പ്രാർത്ഥന നമുക്ക് ആവശ്യമില്ല. പ്രവചനമെങ്കിൽ അത് കറക്റ്റായിട്ട് നടക്കും. ബൈബിളിൽ ഭൗതിക അനുഗ്രഹത്തെ പറ്റി ഒരു പ്രവചനവും എൻ്റെ പഠനത്തിൽ കാണുന്നില്ല. പറഞ്ഞാൽ ഭാവിയിൽ നീ എന്തായി തീരുമെന്നും നിനക്ക് എന്തെല്ലാം പണമുണ്ടാകുമെന്നും നിനക്ക് എന്തെല്ലാം സംവിധാനം ഉണ്ടാകുമെന്നൊന്നും ബൈബിളിനകത്ത് പറയുന്നില്ല. ഈ വചനത്തിന് വെളിയിലുള്ള പ്രവചനം അത് പ്രവചനമല്ല. ഒരുപാട് ആളുകൾക്ക് ഈ വിഷയത്തിൽ എന്നോട് ചിലപ്പം ബുദ്ധിമുട്ടുണ്ടെന്ന് പറഞ്ഞാലും ദൈവം എന്നെ ഏൽപ്പിച്ച ജോലി ഞാൻ ചെയ്യുന്നു മാത്രമേ ഉള്ളൂ. ഇന്ന് നല്ല ശതമാനവും ദൂത് കേൾക്കാൻ പോകുന്നത് ഭാവിയിൽ എന്തെങ്കിലും നന്മയുണ്ടാകും എന്ന് കരുതിയാണ്. സഹോദരങ്ങളെ, നമ്മൾ കബളിപ്പിക്കപ്പെടരുത് എന്നാണ് എനിക്ക് ഓർപ്പിക്കാനുള്ളത്. ദൈവജനപ്രകാരം മനസ്സിലാക്കുമ്പോൾ ഭാവിയിൽ ഭൗതിക നന്മകൾ വരുന്നതിനെ പറ്റി പ്രവചിക്കുന്നത് അത് ബൈബിൾ അടിസ്ഥാനമല്ല, പരിശുദ്ധാത്മാവിന്റെ നിയോഗമല്ല. ബാക്കി നിങ്ങൾ ചിന്തിക്കുക. തുടർന്നും ക്ലാസ് തുടരുന്നതായിരിക്കും. നിങ്ങൾ പ്രത്യേകം പ്രാർത്ഥിക്കുക. ഞാൻ എന്നും പറയുന്നൊരു കാര്യമുണ്ട്, ഭാരതത്തിന് വേണ്ടി പ്രാർത്ഥിക്കണം. സഹോദരങ്ങളെ, ഇപ്പോൾ പഞ്ചാബിൽ മുതൽ ഉണർവ് വ്യാപരിച്ചുകൊണ്ടിരിക്കുന്നു. നിങ്ങളും ഭാരതത്തിനുണർവ് ഉണർവിന് വേണ്ടി പ്രാർത്ഥിക്കുക, അതിൽ അംഗങ്ങളാകുക. ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ.